കാത്തിരുന്നേ, ലൂസിഫർ ഒന്നും അല്ല. ഇഷ്ടപ്പെടുവോ? ഫാമിലിക്കേ ഇഷ്ടപ്പെടും. റിയൽ ഫാൻ ബോയ് പടം. അയ്യോ തീർച്ചയായും അടിപൊളി. എന്ന് വെച്ചാൽ എല്ലാം ഒരു ലാഗും ഫാമിലിക്ക് ഇഷ്ടപ്പെടും. ഒരു സങ്കടം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ സങ്കട സിനിമ എനിക്ക് സങ്കടമാണ്, പക്ഷെ എന്നാലും ഇത് കാണാണ്ടിരുന്നെങ്കിൽ ഒരു നഷ്ടമായിപ്പോ. ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ presents you the perfect English. We present you the perfect English. WhatsApp now 9633888575. മോഹൻലാൽ തിരിച്ചു വരവ് തന്നെയാണിത്. ഇമോഷൻ റിവെഞ്ച് എല്ലാം ഉണ്ട്. കിടിലം പടം. ഇതിനു വേണ്ടിയാണ് കാത്തിരുന്നത്. ലൂസിഫർ ഒന്നും അല്ല, തുടരുവാണ് പടം. കിടിലം പടം. ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ആവും. പിന്നെ ഓരോ ഫൈറ്റ് ഒക്കെ ആണെങ്കിലും നമുക്കത് വേണമെന്ന് തോന്നും. വില്ലനൊക്കെ ഒരു രക്ഷയില്ല. അടിപൊളി പടം. ഫാമിലിക്കേ ഇഷ്ടപ്പെടും. സൂപ്പർ. ഇതിനു വേണ്ടിയാണോ കാത്തിരുന്നത്? തീർച്ചയായിട്ടും അടിപൊളി പടം. നല്ല കിടലൻ വിഷ്വൽസ് തകർത്തു. മോഹൻലാൽ തുടരും. സൂപ്പർ പടം. പഴയ ലാലേട്ടനെ കാണാൻ പറ്റും. സൂപ്പർ പടം. അടിപൊളിയാണ്. സൂപ്പറാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. അടിപൊളി പടം. അടിപൊളി. എല്ലാവരും കാണേണ്ട സിനിമ. അയ്യോ, ഒരു മഴ തോർന്ന് കിട്ടിയതുപോലെ. അടിപൊളി. സൂപ്പർ പടം. നല്ല പടം. വില്ലനായിട്ട് അഭിനയിച്ച പോലീസുകാരനെ നല്ല അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറാണ്. അടിപൊളി പടം. ഒന്നും പറയാനല്ല. മോഹൻലാൽ ഷോ ആണ്. ഒരു അടിപൊളി. അടിപൊളി. നല്ല ഫിലിമായിരുന്നു. ലാൽ സാർ എങ്ങനെയുണ്ട്? ലാലങ്ങള് പൊളിച്ചോ? ഇഷ്ടപ്പെടുവോ? ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വരുമോ പടം കാണാൻ? അടിപൊളി. അമ്മച്ചി എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. ലാൽ സാർ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീരോടാ. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു ഫിലിം? അടിപൊളി പടം. ലാൽ സാർ കുറെ നാൾക്ക് ശേഷം നമ്മൾ കാത്തിരുന്ന ലാൽ സാറിനെയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക്. അടിപൊളി പടം. മലയാള സിനിമയുടെ ഉടൻ തിരിച്ചു വന്നല്ലേ? തിരിച്ചു വരാൻ എങ്ങും പോയിട്ടില്ല. ആളിവിടെ തന്നെ ഉണ്ടായിരുന്നു. ആളിവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ കാണും. സൂപ്പർ പടം. അടിപൊളി. സൂപ്പർ. അടിപൊളിയായിരുന്നു. ലാലേട്ടൻ റിയലി ബാക്ക്. കൾട്ട് മോഹൻലാലിനൊക്കെ കാണാൻ പറ്റും. എല്ലാ ഭാവങ്ങളും ഇതെല്ലാം സങ്കടം, ദുഃഖം എല്ലാം കിടലായിട്ട് അഭിനയിച്ചു. മസ്റ്റ് വാച്ച് ഫോർ ഫാമിലി. താങ്ക് യു. കണ്ടു. അടിപൊളിയാണ്. കാരണം അതൊരു സങ്കടം നമുക്കിങ്ങനെ പണ്ടൊക്കെ ഈ സിനിമ കാണുമ്പോൾ സങ്കടം ഇങ്ങനെ വരുമ്പോഴേ കരച്ചിലല്ല, പക്ഷെ ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും. അടിപൊളി സിനിമ. അടുത്ത കാലത്ത് കണ്ടതിലും നമ്മൾ മിക്കവാറും എല്ലാ സിനിമകളും ആദ്യം തന്നെ കാണാറുണ്ട്. ഇത് പണ്ടത്തെ ലാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു അടിപൊളി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു ലാഗും ഫാമിലിക്ക് ഇഷ്ടപ്പെടും. ഒരു സങ്കടം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ സങ്കട സിനിമ എനിക്ക് സങ്കടമാണ്, പക്ഷെ എന്നാലും ഇത് കാണാണ്ടിരുന്നെങ്കിൽ ഒരു നഷ്ടമായിപ്പോ. മോഹൻലാൽ മാജിക് ഉണ്ടാവും. ഞാനൊരു ബേസിക്കലി ഒരു മോഹൻലാൽ, ഞങ്ങളെല്ലാവരും മോഹൻലാൽ ഫാനാണ്. ഇല്ല, പക്ഷേ ഇതിനകത്ത് ആർക്കും ഒരു കുറ്റവും പറയാനില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതൊന്നൊന്നും പറയാനില്ല. എല്ലാം കൊണ്ടും നല്ലത്. എല്ലാവർക്കും
പിന്നെ സൂപ്പറല്ലേ? ഈ അടുത്ത് ലാലേട്ടൻ്റെ കണ്ടതിൽ ഏറ്റവും മികച്ച സിനിമ എന്ന് പറയാം. കണ്ണ് നിറഞ്ഞു പോയി. ക്ലൈമാക്സ് ഒക്കെ കണ്ട് ഭയങ്കരമായിട്ട് കണ്ണ് നിറഞ്ഞു. എനിക്ക് ഇമോഷണലി ഫീൽ ചെയ്തു പടം. സൂപ്പർ മൂവി. തിയേറ്ററിൽ പോയി ഫാമിലിയായിട്ട് മസ്റ്റായിട്ട് കാണാൻ പറ്റും. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിന്. ഫസ്റ്റ് ഹാഫ് നല്ലൊരു ഫസ്റ്റ് ഹാഫ് വന്നിട്ടുണ്ട്. അതിന് ഇൻ്റർവൽ ആകുമ്പോൾ സിനിമയുടെ ട്രാക്ക് അങ്ങ് മാറാം. പിന്നെ സെക്കൻഡ് ഹാഫ് അങ്ങ് കത്തിക്കയറി. ക്ലൈമാക്സ് എത്തിയപ്പോൾ നല്ല ഇമോഷണലി കണക്ട് ചെയ്തു പടം. പക്ക തിയേറ്ററിൽ കാണേണ്ട പടമാണ്. ഫാമിലിയായിട്ട് മസ്റ്റായിട്ടും ഉറപ്പാണ് ഈ പടം. ഒരു ഗംഭീര അനുഭവമാണ്. നമുക്ക് വിൻറ്റേജ് ലാലേട്ടൻ, പുതിയ ലാലേട്ടൻ അങ്ങനെയൊന്നുമില്ലല്ലോ. ഗംഭീര അനുഭവമാണ്. തരുൺ മൂർത്തിയുടെ ആ ഒരു റിയലിസ്റ്റിക് അപ്രോച്ചിൽ മോഹൻലാലിനെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് വണ്ടറായിരുന്നു. എന്തോ 100% മസ്റ്റ് വാച്ചാണ്. നമുക്ക് എന്താണോ വേണ്ടിയിരുന്നത് ലാലേട്ടൻ, അത് 100% കിട്ടി. ഗംഭീര മ്യൂസിക്, സൗണ്ട് ഡിസൈൻ, സിനിമാറ്റോഗ്രാഫി, കംപ്ലീറ്റ് പാക്കേജ്. താങ്ക് യു. എടുത്തോണേ വർമ്മയൊക്കെ ഉണ്ടോ? ഹലോ, പിന്നെ ഇടയ്ക്ക് ഭയങ്കര അടിപൊളി താരം ചേട്ടാ ഗംഭീരം. പ്രേക്ഷകരെല്ലാരും ആ ഒരു അഭിപ്രായമാണല്ലോ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയില്ല, ഞാൻ എനിക്ക് കിട്ടുന്നേ ഉള്ളൂ. ലാൽ സാറിനെ വിളിച്ചിരുന്നു. നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? പുറത്ത് നല്ല അഭിപ്രായം, എല്ലാവരും നല്ല അഭിപ്രായം. ലാൽ സാർ ഇപ്പം വീഡിയോ കോൾ വിളിച്ചിരുന്നു. രാവിലെ റിലീസിന് മുമ്പ് വിളിച്ചിരുന്നു. എല്ലാം അടിപൊളിയാകുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം വീഡിയോ കോൾ വന്നപ്പോൾ ഗംഭീരം. താങ്ക് യു. ഇറങ്ങിക്കൂടെ? ഇനി നിങ്ങൾ എല്ലാവരും ചോദിക്കും. നമ്മൾ തന്നെ പറയും. ചേട്ടാ സന്തോഷം ഷെയർ ചെയ്യും. തരുൺ റിയൽ ഫാൻ ബോയ് പടം. അയ്യോ, തീർച്ചയായിട്ടും വളരെ നല്ലൊരു എന്താ പറയാ, തരുൺ ഒരു മാജിക് തന്നെ ക്രിയേറ്റ് ചെയ്തു ലാൽ സാറിനെ വെച്ച്. We are so happy as an audience, as a Lalton fan, as a Sleeper Cell fans. We are very happy. Thank you so much. To sir, that's all. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ? നിങ്ങളല്ലേ പറയണ്ടേ? നമ്മൾ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കണമുണ്ട്. പക്ഷെ എന്നാൽ തന്നെ ശരിക്കും അതിൻ്റെ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും പെർഫോമൻസ്
തരുൺ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടനും ശോഭന മാമും ഹൗ ഇറ്റ് ഈസ്. ഐ തിങ്ക് ഒരു നമ്മൾ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഒരു സ്റ്റോറിയിൽ ഒരു ചെറിയ ഇൻട്രസ്റ്റിംഗ് ഒരു കർവ് വരുമ്പോൾ പെർഫോമൻസ് ഷിഫ്റ്റൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഐ thoroughly enjoyed. ഇനിയും പ്രോപ്പറായിട്ട് സമാധാനമായിട്ട് ഇന്നൊന്നും കൂടെ കാണണം. ഫ്യൂച്ചർ ഫിലിം പ്ലാനിങ് ഒക്കെ ഉണ്ടോ? ആയി വരുന്നു. അതെ, താങ്ക് യു സോ മച്ച്.